കോഴിക്കോട് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ അമൃത ന്യൂസിനൊപ്പം ചേരുകയാണ്. രാഘവേട്ട, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ വർഷം 7% പോളിംഗ് കുറവാണ് കോഴിക്കോട് മണ്ഡലത്തിൽ. അപ്പോൾ അതൊരു വെല്ലുവിളിയാകുമോ? ഒരിക്കലുമില്ല. ഇത്തവണ UDF കേന്ദ്രങ്ങൾ വളരെ സജീവമായിരുന്നു. UDF കേന്ദ്രങ്ങളിലെ പോളിംഗ് നോക്കിയാൽ അറിയാം. UDFൻ്റെ വോട്ടിൻ്റെ പോളിംഗ് നോക്കിയാൽ കൃത്യമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയുമില്ല. നല്ല മെജോറിറ്റിക്ക് ജയിക്കും, സംശയമില്ല. ഈ 40 ദിവസവും ശക്തമായ പ്രചരണം തന്നെയായിരുന്നു. എന്നിട്ടും ഇതുപോലെ പോളിംഗ് കുറയാൻ എന്തായിരിക്കും ഒരു കാരണം? കനത്ത ചൂടൊരു ഘടകമാണ്, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നത് ഈ ചൂട് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് ഈ പോളിങ്ങിനുള്ള കാലതാമസം ഒരു പ്രശ്നമായി വരുന്നുണ്ട് പല സ്ഥലത്തും. സമയമെടുക്കുന്നതല്ലാതെ അപ്പോൾ ആളുകൾ ഇരുന്ന് മടുക്കുന്നവരുണ്ട്. പക്ഷെ അതുമാത്രമേ കാരണം എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ചൂട് തന്നെയാണ്, കാലാവസ്ഥ തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ ഈ പലയിടങ്ങളിലും മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു പോളിങ്ങിനെ ബാധിച്ചിട്ടുണ്ടാവുമോ? അത് കുറച്ച് സമയം, ഇപ്പോൾ രാത്രി 11 വരെ പോളിംഗ് ഉണ്ടായിരുന്നല്ലോ. ഈ അത്തരം ആളുകൾ കുറേ കാത്തുനിന്ന് അവിടെ ഒടുവിൽ രാത്രിയാണ് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത്. ഒന്ന് ഈ പോളിംഗ് സംവിധാനത്തിലുള്ള ചില അപാകതയുണ്ട്. ഒന്ന് പോളിംഗ് സ്റ്റാഫിൻ്റെ അപാകതയുണ്ട്. പോളിംഗ് സ്റ്റാഫും വേണ്ടത്ര ഒരു വേഗത കൂട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പോളിങ്ങിന് വല്ലാതെ സമയമെടുത്തു. പിന്നെ ഓപ്പൺ വോട്ടിന് സമയമെടുക്കും. അതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ 1000 വോട്ടിൻ്റെ മേലെ ഓക്സിലറി ബൂത്ത് വെക്കേണ്ടതായിരുന്നു. അത് മിക്ക സ്ഥലത്തും ഉണ്ടായില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു കാലതാമസം ഉണ്ടാകുമായിരുന്നില്ല. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തു പോകാമായിരുന്നു. രാവിലെ ഇതുപോലെ തന്നെ നമ്മൾ രാവിലത്തെ ഒരു കണ്ട സമയത്ത് പോളിംഗ് വളരെ കൂടുതലായിരുന്നു രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ സമയത്താണ് കുറച്ച് ഡിലേ ആയി പോളിംഗ് ശതമാനം കുറഞ്ഞു വന്നത് അല്ലേ? അല്ല, വൈകുന്നേരം വരെ ഈ ആൾക്കൂട്ടമുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഒന്ന് ഈ പോളിംഗ് സംവിധാനത്തിലുണ്ടായിട്ടൊരു പ്രശ്നമുണ്ട്. വല്ലാതെ സമയമെടുക്കുന്നു. അത് ആളുകൾക്കൊരു മടുപ്പുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 1000 വോട്ടിന് മേലെ വരുന്ന ബൂത്തുകൾ ഓക്സിലറി ബൂത്ത് ഏർപ്പാട് ചെയ്യേണ്ടതായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ നേരത്തെ വളരെ വേഗതയിൽ എല്ലാം നടന്നു പോകുമായിരുന്നു. അപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞാലും UDFന് മികച്ച വിജയം തന്നെ. സംശയം വേണ്ട. UDFന് അനുകൂലമാണ് താഴെത്തട്ടിലെ ട്രെൻഡ്. അടിയൊഴുക്ക് UDFന് അനുകൂലമാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ നമുക്ക് നേരിട്ടറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് UDFൻ്റെ വിജയത്തിൽ ഒരു സംശയമില്ല. പഴയതിനേക്കാളും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ.